സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മൾ വീണ്ടും ഗസയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഗസയിൽ ഇസ്രായേൽ നരമേധം ആരംഭിച്ചിട്ട് അടുത്ത മാസം 7-ാം തീയതി ആകുമ്പോൾ 2 വർഷം പൂർത്തിയാവും. അതിന് കാരണമുണ്ട് ഹമാസ് നടത്തിയ ഒരാക്രമണം. വർഷങ്ങൾ നീണ്ട ഇസ്രായേലിൻ്റെ ആധിപത്യത്തിനിടയിൽ അതിനൊരു ചെറുത്തുനിൽപ്പായിട്ട് ഹമാസ് നടത്തിയ ഒരു ആക്രമണത്തെ മറയാക്കിയാണ് 2 വർഷം നീണ്ട നരമേധം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും തീർന്നിട്ടില്ല. ഏതാണ്ട് 65,000-ഓളം മനുഷ്യജീവൻ അവിടെ പൊലിഞ്ഞു എന്നാണ്. അതും ഏതാണ്ടെല്ലാം നിസ്സഹായരായ മനുഷ്യരാണ്, നിരപരാധികളായ മനുഷ്യരാണ്. അത്രയും പേർ മരിച്ചു എന്നാണ് ഔദ്യോഗികമായ കണക്ക്. അനൗദ്യോഗികമായി എത്രയാണ് എന്ന് നമുക്കറിയില്ല. ഈ ഔദ്യോഗികമായ കണക്ക് അവതരിപ്പിക്കുന്നവർ തന്നെ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ എണ്ണം എത്രയാണെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ മരിച്ചവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ള വസ്തുതയും അവിടെയുണ്ട്. ഏറ്റവും ഒടുവിൽ ഗസ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് നീങ്ങുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം. അതിനെതിരെ ഇസ്രായേലിൽ തന്നെ വലിയ പ്രതിഷേധം ഉയരുമ്പോൾ പോലും അതൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം. നമ്മൾ വീണ്ടും ഗസയെക്കുറിച്ച് സംസാരിക്കാൻ ഡോക്ടർ പി ജെ വിൻസെൻ്റ് ആണ് നമുക്ക് പോകുന്നത്. ഇപ്പോൾ 2 വർഷം എത്താറാവുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ കുറേ സംസാരിച്ചിട്ടുണ്ട് ഗസയെക്കുറിച്ച്. അതിൻ്റെ തുടക്ക സമയം മുതൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ ഗസയിലെ മനുഷ്യർ അവരിനി അവിടെ തുടരാൻ അവർക്ക് കഴിയും എന്ന് തോന്നുന്നുണ്ട്. ഗസ പൂർണ്ണമായിട്ടും ഒരു മരുഭൂമിയാക്കി മാറ്റുക എന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. 2021 ഒക്ടോബറിൽ ഇത് തുടങ്ങിയപ്പോൾ നെതന്യാഹു അത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ ഗസ സിറ്റിയിലേക്ക് സൈനിക നടപടി വ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ 40%, ആ നഗരത്തിൻ്റെ ഏകദേശം 40% IDF നിയന്ത്രണത്തിലായി കഴിഞ്ഞു. ഇത് 2023 ഒക്ടോബർ 13 തുടങ്ങിയതാണ്. ഒക്ടോബർ 7 ശേഷം ആദ്യത്തെ ഗസ ഒഫൻസീവ് ആരംഭിക്കുന്നത് ഒക്ടോബർ 13 അന്ന് മുതൽ ഈ നഗരത്തിലെ ജനങ്ങൾ അന്ന് അവരോട് തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. ഇപ്പോഴും പറയുന്നത് നിങ്ങൾ തെക്കൻ ഗസയിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സമ്പൂർണ്ണ ഒഫൻസീവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര ആളുകൾ കൊല ചെയ്യപ്പെട്ടു, എത്ര ആളുകൾ ബാക്കിയായി എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. എല്ലാ അർത്ഥത്തിലും ജിനോസൈഡ് എന്ന് 100% പറയാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ ഈ ഗസ ഹെൽത്ത് മിനിസ്ട്രി പുറത്തുവിട്ട കണക്ക് പ്രകാരം 64,848 ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത്, ഇതിനകം മരണം. അപ്പം ആംനസ്റ്റി ഇൻ്റർനാഷണൽ പറയുന്നത് താങ്കൾ സൂചിപ്പിച്ചത് വളരെ കറക്റ്റാണ്. ഈ കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ധാരാളം റെസിഡൻഷ്യൽ ഏരിയകൾ ബോംബിങ്ങിന് വിധേയമായിട്ടുണ്ട്. പള്ളികൾ, റെസിഡൻഷ്യൽ ഫ്ലാറ്റുകൾ, ആശുപത്രികൾ, പള്ളിക്കൂടങ്ങൾ, മദ്രസകൾ, ഇങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള കെട്ടിടങ്ങളുണ്ടോ അതൊക്കെ ബോംബിട്ട് തകർത്തിട്ടുണ്ട്. ഇതിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെയൊക്കെ ഒരുപക്ഷെ നമുക്ക് പുറത്തെത്തിക്കാൻ കഴിഞ്ഞേക്കാം. കാണാമറയത്ത് പൊലിഞ്ഞു പോയ 100 കണക്കിന് മനുഷ്യരുണ്ടായേക്കാം. ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഒരു കണക്ക് പറയുന്നത് 100,000-നടുത്ത ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ 65,000-നോട് അടുപ്പിച്ചെന്നുള്ള കണക്ക് പറയുമ്പോൾ തന്നെ അവർ തന്നെ പറയുന്നുണ്ട് 1,62,000 മനുഷ്യർ ഫാറ്റലി വൂണ്ടഡ് ആണ്. കാരണം യാതൊരു തരത്തിലുള്ള ചികിത്സാ സംവിധാനമില്ല. ഇതിൽ എത്ര ആള് സർവൈവ് എന്നുള്ളത് പറയാൻ പറ്റില്ല. അതിന് സമാന്തരമായിട്ട് സ്റ്റാർവേഷൻ. ഇപ്പോൾ ഇന്നത്തെ രാവിലത്തെ പത്രത്തിൽ അവിടുത്തെ ഫലസ്തീനിയൻ കവി അദ്ദേഹം പട്ടിണി കിടന്ന് മരിച്ചതിൻ്റെ വാർത്ത നമ്മൾ കാണുന്നു. പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങളൊക്കെ പല ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്ത് വരുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ സ്വസ്ഥത നശിക്കുന്ന വിധത്തിലുള്ള ചിത്രങ്ങൾ, അത്രയും ഗുരുതരമായ പട്ടിണി അവിടെ നേരിടുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർചിത്രമാണ്. അപ്പം മാരകമാനായിട്ടുള്ള ആ അവസ്ഥ. അതുപോലെ ഇപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ അവിടെ ഏകദേശം 52% കൊല ചെയ്യപ്പെട്ട ആളുകളിൽ 52%, അത് റോയിട്ടേഴ്സിലെ റിപ്പോർട്ട് ചെയ്തതാണ്, 52% സ്ത്രീകളും കുട്ടികളുമാണ്. അതിൽ 40%-ഓളം പുരുഷന്മാരാണ്. പിന്നെ 8% എൽഡർലി പീപ്പിൾ, പ്രായമായ ആളുകൾ. ഈ പ്രായമായ ആളുകൾ എന്താ വെച്ചാൽ ഈ പലായനത്തിനിടയ്ക്ക് മരിക്കുന്നതാണ്. ഈ പലായനം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിൽ കിടപ്പ് രോഗികളുണ്ടാവും, പ്രായമായ മനുഷ്യരുണ്ടാവും, പലവിധ രോഗപീഠ അനുഭവിക്കുന്ന വൃദ്ധജനങ്ങളുണ്ടാവും. ഇവർക്കൊക്കെ എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും?
അങ്ങനെ മരണപ്പെട്ടതിൽ 8% ആ കാറ്റഗറിയിൽ വരികയാണ്. കാരണം ഇവർക്കൊന്നും ഒരു പലായനത്തെ പോലും അതിജീവിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്കും ഇത് വലിയ പ്രയാസമാണ്. അപ്പോൾ 52% സ്ത്രീകളും കുട്ടികളുമാണ് മൊത്തം കൊല ചെയ്യപ്പെട്ട ആളുകളിലുള്ളത്. അതിൽ മൊത്തത്തിലുള്ള ഒരു കണക്ക് പറയുന്നത് 80% സിവിലിയൻസാണ്. അതിൽ ഈ സിവിലിയൻസ് അല്ലാത്തവരാരാ? നമുക്ക് ഹമാസ് ഫൈറ്റേഴ്സ് എന്ന് പറയാം. അവരുടെ എണ്ണം വളരെ കുറവാണ്. എവിടെയാ ഹമാസ് ഫൈറ്റേഴ്സ് കൊല ചെയ്യപ്പെടുന്നത്? അവിടെ സാധാരണ മനുഷ്യരാണ് മരിക്കുന്നതിൽ ഏറ്റവും അധികം. അതുകൊണ്ട് ഈ യുദ്ധം മുന്നോട്ട് പോകരുത് എന്ന് ലോകം അതിശക്തമായി ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ ശ്രദ്ധ മൊത്തം മാറും. അങ്ങനെയാണ് 12 ഡേ വോർ ഉണ്ടാകുന്നത്, 12 ദിവസ യുദ്ധം. അതോടുകൂടി ലോകത്തിൻ്റെ ചിത്രം മാറി. ലേക്ക് യുദ്ധം വ്യാപിക്കുന്നു. ഇറാൻ ഇസ്രായേൽ യുദ്ധമായിട്ട് അത് മാറുന്നു. അവിടെ B-52 കുറിച്ചുള്ള നെടുങ്കൻ സ്റ്റോറികൾ വരുന്നു. അമേരിക്കയുടെ ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വാർ പ്ലെയിൻ ഇങ്ങനെ പറന്നു വരുന്നു, അവർ കൊണ്ട് ബോംബിടുന്നു. അങ്ങനെ അമേരിക്കയുടെ ആക്രമണം, ഇസ്രായേലിൻ്റെ ഇറാൻ ആക്രമണം, ഇതിലേക്കൊക്കെ ചിത്രം മാറി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇറാൻ്റെ കുറേ മിസൈലുകൾ ടെല്ലവീവിലടക്കം വീണ് റെസിഡൻഷ്യൽ ഏരിയകളെല്ലാം തകർത്തപ്പോൾ കഴിഞ്ഞപ്പോൾ ഇത് ആൻറ്റിസെമിറ്റിസം എന്ന് പറഞ്ഞിട്ട് ആ ദിശയിലേക്കുള്ള വാർത്തകളിലേക്ക് വന്നു. അപ്പോഴെല്ലാം ഗസയിൽ ഈ ജിനോസൈഡ് നിരന്തരമായി തുടരുകയായിരുന്നു. അതിപ്പം ഇപ്പോഴും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള റെസിസ്റ്റൻസ് ഏറെക്കുറെ പൂർണ്ണമായി അവസാനിച്ചു. ഇപ്പോൾ ആകെ ഏതാണ്ടല്ല അവസാനം. ഇപ്പോൾ ആകെ കഴിഞ്ഞ ആഴ്ച ഹൂത്തികൾ 2 മിസൈൽ അയച്ചു. അപ്പോൾ ഹൂത്തികളുടെ കേന്ദ്രത്തിൽ ഇസ്രായേൽ ബോംബിങ് നടത്തി എന്നുള്ളതാണ്. അപ്പോൾ എതിർപ്പിൻ്റെ സകല സാധ്യതകളും ഇല്ലാതായി. അതായത് വെസ്റ്റ് ഏഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റി വരച്ച് കഴിഞ്ഞു. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹിസ്ബുള്ള ഏറെക്കുറെ നിർവീര്യമായി. അവർക്ക് ഒരു ഫൈറ്റിംഗ് ഫോഴ്സ് എന്നതിൽ ഇനി അവർക്ക് നിൽക്കാൻ സാധിക്കില്ല. ഇനി ലെബനൻ്റെ സൈന്യത്തെ ശക്തിപ്പെടുത്തി പൂർണ്ണമായി ഒരുപക്ഷെ ഹിസ്ബുള്ളയെ നിരായുധീകരിച്ചേക്കാം. അവർക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടില്ല, ട്രെയിനിങ് കിട്ടില്ല, പണം കിട്ടില്ല, ആയുധം കിട്ടില്ല. ഇത് മൂന്നും വരേണ്ടത് ഇറാനിൽ നിന്നാണ്. ഇറാനിൽ നിന്ന് വരുന്ന മാർഗം സിറിയ വഴിയാണ്. കണ്ടിന്യൂസ് ലാൻഡ് മാസ് ആണ്. സിറിയയിലെ ഭരണകൂടം മാറിക്കഴിഞ്ഞു. സിറിയയിലെ ഭരണകൂടം മാറിയതോടെ ഭരണാധിപനെ ട്രംപ് നേരിട്ട് കാണുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇതൊക്കെ കണക്റ്റഡ് ആണ്. ടർക്കിഷ് പ്രോക്സിയാണ് അവർ. തുർക്കിയുടെ പ്രോക്സിയാണ് ഈ അൽ-ഷാറ എന്ന് പറയുന്ന ആള്. തുർക്കി പലപ്പോഴും നമ്മൾ കരുതുന്നത് പോലെ ഒരു ഇസ്ലാമിസ്റ്റ് പൊസിഷൻ എടുക്കുന്ന ആളാണ്. അത് ആഭ്യന്തര നയത്തിൽ മാത്രമേ ഉള്ളൂ. രാജ്യത്തിൻ്റെ ആഭ്യന്തര നയത്തിൽ അദ്ദേഹത്തിൻ്റെ AK പാർട്ടിയും ഒക്കെ ഇസ്ലാമിക നിലപാടൊക്കെ എടുക്കുന്ന ഒരു ഇസ്ലാമിസ്റ്റ് പാർട്ടിയാണ്. അദ്ദേഹം ഒരു ഇസ്ലാമിസ്റ്റ് എന്ന് പറയാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാറ്റോയിൽ അംഗമാണ് ഈ തുർക്കി. നാറ്റോയിൽ അംഗമായ രാജ്യമാണ്. അതിൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളെ പൂർണ്ണമായിട്ടും നിർണ്ണയിക്കുകയും നിശ്ചയിക്കുകയും ചെയ്യുന്ന നാറ്റോ ആയിരിക്കും. അതിനകത്തുനിന്ന് അവർക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. മാത്രമല്ല നാറ്റോ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ലോകം ബഹുദ്രവമാകുന്നു എന്ന് പറയുമ്പോഴും നാറ്റോ അവിടെ ഉണ്ട് എന്ന് കാണണം. അതൊരു സൈനിക സഖ്യമല്ലേ? അതിപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുക. 2023 ഫിൻലൻഡ് അംഗമായി, 2024 സ്പെയിൻ, അങ്ങനെ 32 അംഗങ്ങളായി മാറി. 32 അംഗങ്ങളുള്ള ലോകത്തിലെ ഏക സൈനിക സഖ്യം. വേറെ സൈനിക സഖ്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന പ്രമാണം തന്നെ എന്താ? ഒരു രാജ്യത്തെ മറ്റേത് രാജ്യം ആക്രമിച്ചാലും അത് നാറ്റോയ്ക്കെതിരായിട്ടുള്ള ആക്രമണമാണ്. എന്ന് വെച്ചാൽ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും അടങ്ങുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികൾക്കൊക്കെ എതിരായിട്ടുള്ള യുദ്ധമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ആ സഖ്യത്തിൽ അംഗമാണ് തുർക്കി. അതുകൊണ്ട് തുർക്കിയുടെ ഒരു പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ തുർക്കിയുടെ പ്രോക്സിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ സിറിയയുടെ മേഖലയിൽ ഡ്രൂസുകളും ബിഡോയിൻസും തമ്മിലുള്ള സംഘർഷങ്ങൾ, ഡ്രൂസുകളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് സിറിയയുടെ ആ മേഖലയിലേക്ക് ഗൊലാൻ കുന്നുകളുടെ തിരിച്ചു കൊടുത്ത പ്രദേശങ്ങൾ മുഴുവനും ഇസ്രായേൽ റീഓക്കുപ്പൈ ചെയ്തു. അത് അവരുടേതാണെന്ന് ക്ലെയിം ചെയ്ത് കഴിഞ്ഞു. അല്ല, അവിടെ ഇനി ഒന്നും ചെയ്യാനില്ല. കാരണം സിറിയൻ സൈന്യം അവിടെ ഇല്ല. ആ പ്രദേശം അവരുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. IDFൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ്. മാത്രമല്ല, അവിടുത്തെ ഡ്രൂസുകളുടെ ഗ്രാമങ്ങൾ, അവിടെ ബിഡോയിൻസിനെതിരായിട്ട് IDF ഇടപെട്ടു. ആ ഗ്രാമങ്ങളൊക്കെ ഇപ്പം അവരുടെ ഇസ്രായേൽ IDFൻ്റെ നിയന്ത്രണത്തിലായി. ലെബനനിൽ പുതിയ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും. ഇറാൻ ആകട്ടെ
പൂർണ്ണമായും നിർവീര്യമായി. ഇനി ഒരുപക്ഷെ ഇറാന് വിചാരിച്ചപ്പോൾ ഒരു ഹമാസിനെയോ ഇസ്ലാമിക് ജിഹാദിനെയോ ഒന്നും സഹായിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, അതിന് പറ്റുന്നൊരു സാഹചര്യവുമില്ല. ഇറാൻ ഇനിയും ഒരുപക്ഷെ അവർക്ക് ഏറ്റിട്ടുള്ള മുറിവ് മാരകമാണ്. കാരണം അവരുടെ ഈ ബോംബിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. അപ്പോൾ അവർക്ക് ആഭ്യന്തരമായിട്ട് റിസോഴ്സസ് മുഴുവനും ഈ റിപ്പയർ ആക്ടിവിറ്റിയിലേക്കും ഒക്കെ അവർക്ക് ചാനലൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഉടനടി അവർക്ക് റിസോഴ്സസ് കണ്ടെത്തുവാനോ അവരുടെ പ്രോക്സികളെ സഹായിക്കുവാനോ കഴിഞ്ഞെന്ന് വരില്ല. മാത്രമല്ല, പിന്നെയുള്ളത് ഇറാഖ് എന്ന് പറഞ്ഞ രാജ്യമാണ്. അവിടെ ഒരു ഷിയ റഷീമാണുള്ളത്. അവിടെ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതിന് വലിയ പരിമിതികളുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആണ് അവിടെ ഇസ്രായേൽ ഗസ ഒഫൻസീവ് വീണ്ടും ആരംഭിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഡൊണാൾഡ് ട്രംപിൻ്റെ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ഹമാസിനോട്. അതായത് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഉടൻ അംഗീകരിക്കണം, ബന്ദികളെ ഉടൻ മോചിപ്പിക്കണം, ഇല്ലെങ്കിൽ പ്രത്യാഘാതം ഭീകരമായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു മുന്നറിയിപ്പാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ ജെറുസലേമിലൊക്കെ ഒറ്റപ്പെട്ട വലിയ ഭീകരാക്രമണങ്ങൾ പോലെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇത് രണ്ടും ഇപ്പോൾ ഹമാസിന് ഇത്രയും കാലം പറഞ്ഞതിൽ നിന്ന് പെട്ടെന്ന് പിന്നാക്കം പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു കോസിന് വേണ്ടിയിട്ടാണല്ലോ നിൽക്കുന്നത്. ആ കോസിന് വേണ്ടി അവർ നിൽക്കുന്നതുകൊണ്ടാണല്ലോ ആ ജനത അവർക്കൊപ്പം നിൽക്കുന്നത്. അതിൽ നിന്ന് അവർക്ക് പിൻവാങ്ങുക എളുപ്പമല്ല. അതേസമയം ഇസ്രായേലിന് മേൽ യാതൊരു തരത്തിലുള്ള സമ്മർദ്ദവും ഈ അമേരിക്കയോ മറ്റു രാജ്യങ്ങളോ ചുമത്തുന്നു. അപ്പോൾ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് അവിടെ ഉണ്ട്. ആ ഡബിൾ സ്റ്റാൻഡേർഡിനോട് ഈ ഫലസ്തീൻ കോസിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രങ്ങൾ പോലും പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ടല്ലോ. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ല. അതെ അതെ. ഇപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള വെടിനിർത്തൽ കരാറിനെ ഖത്തറും ഈജിപ്തും മുന്നോട്ട് വെച്ച നിർദ്ദേശം ഹമാസ് അപ്പടി അംഗീകരിച്ചു. പക്ഷേ ഇസ്രായേൽ അത് തയ്യാറായിട്ടില്ല. അപ്പോൾ അവിടെയുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് മുഴുവൻ നേതൃത്വം നൽകുന്നത് ഖത്തറും ഈജിപ്തുമാണ്. പക്ഷേ ഇസ്രായേൽ അത് അംഗീകരിക്കുന്നില്ല. അത് അംഗീകരിക്കേണ്ട ആവശ്യമില്ലാത്ത സാഹചര്യം അവിടെ ഉണ്ടായി. അതിലാണ് ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ സംഘർഷാത്മകമായതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. കാരണം പശ്ചിമേഷ്യയിൽ ഇറാൻ്റെ നേതൃത്വത്തിൽ ഇറാനും ഇറാൻ്റെ പ്രോക്സികളും രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ഷിയ സഖ്യം വളരെ ശക്തമായിരുന്നു. അതിൽ ഇറാനുണ്ട്, സിറിയ, ഇറാഖ്, ഈ 3 രാജ്യങ്ങളുണ്ട്. പിന്നെ ഹൂത്തികളുണ്ട്, ഹിസ്ബുള്ളയുണ്ട്. പിന്നെ ഇവരെല്ലാം പിന്തുണയ്ക്കുന്ന സൂപ്പർ പവർ റഷ്യയുണ്ട്. റഷ്യയുടെ പൂർണ്ണമായ പിന്തുണ, റഷ്യയുടെ ഒരു സാമന്ത രാജ്യമാണ് സിറിയ. ബാഷർ അൽ അസദ് എന്ന് പറയുന്നത് റഷ്യയുടെ ഒരു സാമന്തനാണ്. അപ്പം റഷ്യയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. റഷ്യയുടെ നേരിട്ടുള്ള സൈനിക സാന്നിധ്യം ബാഷർ അൽ അസദിൻ്റെ സിറിയയിലുണ്ട്. അവിടെ ഈ ഫ്രീ സിറിയ ആർമിയുടെ സൈന്യത്തിൻ്റെ മുന്നേറ്റത്തെ തടയാൻ കാർപ്പറ്റ് ബോംബിംഗ് നടത്തിയ ആളാണ് പുടിൻ. അതുപോലെ ഇറാനുമായിട്ടും തന്ത്രപരമായ സഹകരണമുണ്ട്. ഇറാനെ റഷ്യ സഹായിക്കുന്നുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ ഇറാൻ തിരിച്ചും സഹായിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ ആകെ മാറി. അപ്പോൾ വെസ്റ്റ് ഏഷ്യയിൽ വളരെ ശക്തമായി നിന്ന ഈ ഷിയ സഖ്യത്തിനെതിരെ അറബ് സുന്നി സഖ്യം അബ്രഹാമിക അക്കോർഡിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്താനാണ് ഇസ്രായേൽ അമേരിക്ക അച്ചുതണ്ട് ശ്രമിച്ചത്. ഇന്ത്യക്കും അതിൽ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് അറബി രാജ്യങ്ങൾ, അറബികളും ജൂതന്മാരും വംശീയമായി ഒരു ജനതയാണ്. അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളാണ്. അതുകൊണ്ടാണ് ആ അക്കോർഡിന് അബ്രഹാമിക് അക്കോർഡ് എന്ന് തന്നെ പേരിട്ടത്. അപ്പോൾ അങ്ങനെ സൗദി അറേബ്യയുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്തുന്നു, UAE-യുമായിട്ട് സമ്പൂർണ്ണമായ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നു, ബഹ്റൈനുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നു, ആഫ്രിക്കൻ രാജ്യങ്ങളായ സുഡാനുമായിട്ടും ഒക്കെ മൊറോക്കോയുമായിട്ട് നയതന്ത്ര ബന്ധം. ആ രൂപത്തിൽ അബ്രഹാമിക് അക്കോർഡ് ഒരു വലിയ മാറ്റം ഉണ്ടാക്കി. അപ്പോൾ ഈ ഷിയ സഖ്യത്തെ തകർക്കുക എന്നുള്ളത് അമേരിക്ക ഇസ്രായേലിൻ്റെ താല്പര്യമായിരുന്നു. അതിൽ ഈ അറബ് സുന്നി രാജ്യങ്ങൾ ഷിയ സഖ്യത്തിനെതിരെ എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രാഥമികമായ ഒരു ലൈൻ. അവിടുന്ന് അപ്പുറത്തേക്ക് സുന്നി ഐക്യം ഷിയാക്കൾക്കെതിരെ എന്ന നിലയ്ക്ക് മാറ്റാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു. അവിടെയാണ് വെസ്റ്റ് ഏഷ്യൻ രാഷ്ട്രീയത്തിൽ പലസ്തീൻ അനുകൂലമായ നിലപാടെടുക്കുകയും അമേരിക്കയുടെ ഈ സാമ്പത്തിക സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്കെതിരായി പലപ്പോഴും ശബ്ദിക്കുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിച്ച രാജ്യങ്ങളാണ് ഖത്തറും ടർക്കിയെയും ഒരു പരിധിവരെ. അവിടെ ഖത്തർ, ഇറാൻ, ടർക്കിയെ അച്ചുതണ്ട് തന്നെ രൂപപ്പെട്ടിരുന്നു.
ശരിക്കും ദശരാജ്യ യുദ്ധമെല്ലാം വരാനുള്ളൊരു കാരണം അതാണ് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ. താങ്കൾക്ക് ഓർമ്മയുണ്ട്, നമ്മളത് പലതവണ ഡിസ്കസ് ചെയ്തതാണ്. സംസാരിച്ചതാണ്. അപ്പോൾ അറബി രാജ്യമായ ഖത്തറും ഷിയ നോൺ അറബ് രാജ്യമായ ഇറാനും തുർക്കി സുന്നി രാജ്യമായ നോൺ അറബാണ് രാജ്യമായ തുർക്കിയും ഒരു ബന്ധത്തിൽ വരികയാണ്. ഇവരുടെ ബ്രോഡായിട്ടുള്ള പിന്തുണ ഈ ഷിയ സഖ്യത്തിനുണ്ടായിരുന്നു. ഹൂത്തികൾക്ക് അവർ പിന്തുണ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനും ഹമാസിനും പിന്തുണ കൊടുക്കുന്നുണ്ട്, ഹിസ്ബുള്ളയെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ഈ സഖ്യത്തിൽ നിന്ന് ഈ ഖത്തറിനെയും ടർക്കിയെയും അടക്കം ഈ വിശാല സുന്നി സഖ്യത്തിലേക്ക് കണ്ണു ചേർക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു. ആ പ്രക്രിയയിൽ ഏറ്റവും തന്ത്രപരമായിട്ടുള്ള നീക്കം അമേരിക്ക നടത്തിയത് പാകിസ്ഥാൻ്റെ കാര്യത്തിലാണ്. പാകിസ്ഥാനെ ഇതിലേക്ക് ചേർക്കാൻ കഴിഞ്ഞു. അപ്പോൾ വെസ്റ്റ് ഏഷ്യൻ രാഷ്ട്രീയത്തിൽ ഈ ഷിയ സഖ്യത്തിനെതിരായി ടർക്കിയെയും പാകിസ്ഥാനും അടങ്ങുന്ന നോൺ അറബ് രാജ്യങ്ങളായ ടർക്കിയെയും പാകിസ്ഥാനെയും ഒക്കെ ചേർത്തുകൊണ്ട് ഒരു വിശാല സുന്നി സഖ്യം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ തന്ത്രം. അത് സമ്പൂർണ്ണമായി വിജയിച്ചു. അത് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തെക്കാൾ കൂടുതൽ അമേരിക്കയ്ക്ക് അത് പ്രാധാന്യം ഉള്ളതായിരുന്നു. ഈ ഒരു സഖ്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം പരിശോധിച്ചാൽ കാണാം, ഓപ്പറേഷൻ സിന്ദൂർ എല്ലാം ഉണ്ടാകുന്ന സമയത്ത് സാധാരണഗതിയിൽ അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന പിന്തുണ ഇന്ത്യക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും ചെയ്തു. പാകിസ്ഥാനെ പിന്തുണച്ചു എന്ന് മാത്രമല്ല, അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവിക്ക് അത്താഴം കൊടുക്കുകയാണ്. സാധാരണഗതിയിൽ അത് ചെയ്യാറില്ല. ഒരു പ്രസിഡന്റ് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിന് അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കാണ് കൊടുക്കുക. ഒരു സൈനിക മേധാവി, അയാൾക്ക് ഫീൽഡ് മാർഷൽ പദവിയും അവിടുത്തെ സിവിലിയൻ ഭരണകൂടം കൊടുത്തു. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ്റെ ഭരണാധികാരിയായിട്ട് ഞങ്ങൾ കാണുന്നത് അസീം മുനീറിനെയാണ് എന്ന പ്രഖ്യാപനമായിരുന്നു അത്. അതുവഴി ഈ സഖ്യത്തിലേക്ക് അമേരിക്ക പാകിസ്ഥാനെ ചേർത്തു. ചൈനയുടെ നയമാറ്റം ഉണ്ടാകാനുള്ള കാരണം അതാണ്. ഈ പാകിസ്ഥാൻ വീണ്ടും അമേരിക്കൻ പക്ഷത്തേക്ക് ചാഞ്ഞതുകൊണ്ടാണ് ഇപ്പം ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ സംയുക്ത പ്രസ്താവനയിൽ ഈ ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഒപ്പുവെക്കുന്നത്. അതാണ് പോയിന്റ്. അപ്പം നമ്മൾ വിചാരിക്കും ഇത് ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടി അല്ല. കാരണം അത് പാകിസ്ഥാനെ അങ്ങോട്ട് പിടിക്കുക എന്നുള്ളത് അമേരിക്കയുടെ തന്ത്രപരമായ നീക്കമായിരുന്നു. അത് അമേരിക്കയുടെ അല്ല, ഇസ്രായേൽ അമേരിക്ക അച്ചുതണ്ടിൻ്റെ തന്ത്രപരമായ നീക്കമായിരുന്നു. കാരണം ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് അവിടെ. ഒന്ന്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഷിയ സഖ്യത്തിനും ഫലസ്തീനിലുള്ള വിമോചന പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ എതിരായിട്ട് പാകിസ്ഥാനെ അവരുടെ പക്ഷത്ത് കിട്ടുകയാണ്. ഇനി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളമാണ് ചൈനയുടെ ഏറ്റവും ട്രസ്റ്റഡ് അലൈ ആയി മാറിയിരിക്കുന്ന പാകിസ്ഥാനെ ഈ ചൈനയുടെ പിടിയിൽ നിന്ന് തിരിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റാണ് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ. ഇതെല്ലാം വരികയാണ്. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കെ തന്നെ അമേരിക്കയിലെ സൈനിക നേതൃത്വത്തെ കയ്യിൽ എടുത്തുകൊണ്ട് അവിടുത്തെ പാകിസ്ഥാൻ അഫയേഴ്സിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ ട്രംപിന് സാധിച്ചു. അതിൻ്റെ കൊളാട്രൽ ഡാമേജാണ് ഇന്ത്യക്ക് സംഭവിച്ചത്. അപ്പോൾ ഇത് മുൻകൂട്ടി ഇന്ത്യക്ക് അറിയാമായിരുന്നു ഈ മാറ്റം. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ 2024 തുടങ്ങി തന്നെ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. കസാൻ ഉച്ചകോടിയിൽ, ബ്രിക്സയുടെ കസാൻ ഉച്ചകോടി ഉണ്ടല്ലോ റഷ്യയിൽ ചേർന്ന്, ബ്രിക്സ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ തന്നെ ചൈനയുമായിട്ടും ഉള്ള സൗഹൃദത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങി വച്ചിരുന്നു. കാരണം അമേരിക്കയുമായിട്ടുള്ള ബന്ധം അധികം കാലം മുന്നോട്ട് പോകില്ല, അത് സംഘർഷാത്മകമായി തീരും എന്ന തിരിച്ചറിവ് 2024 തന്നെ ഇന്ത്യക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലപ്പോഴും ട്രംപിൻ്റെ രണ്ടാം വരവും അദ്ദേഹത്തിൻ്റെ ഫ്രീഡം താരിഫിൻ്റെ പ്രഖ്യാപനവും അതേ തുടർന്ന് ഈ പകരച്ചുങ്കവും ശിക്ഷാ ചുങ്കവും ഏർപ്പെടുത്തിയതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ചൈന ബന്ധങ്ങൾ സമീപകാലത്ത് പുഷ്ടിപ്പെട്ടത് എന്നൊക്കെയുള്ള വാദം യഥാർത്ഥത്തിൽ ശരിയല്ല. 2024 തന്നെ ആ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ വെസ്റ്റ് ഏഷ്യൻ പൊളിറ്റിക്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പം ഈ ഘടകങ്ങളെല്ലാം എടുത്തിട്ട് വേണം നമ്മൾ ഈ ഫലസ്തീൻ വിഷയത്തെ കാണാൻ. ഇവിടെ ഈ സൂപ്പർ പവേഴ്സിൻ്റെ വൻശക്തി രാഷ്ട്രങ്ങളുടെ താല്പര്യങ്ങൾക്കിടയിൽ
ഞെരിഞ്ഞമരുന്ന ഒരു ജനതയാണ് കാണുന്നത്. അവിടെ ഈ ഫലസ്തീനിലെ ഗസയിലെ 23 ലക്ഷം വരുന്ന മനുഷ്യരുടെ ജീവിതവും അതിജീവനവും ഒന്നും അവരുടെ സഹോദരങ്ങളായ അറബ് രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഇന്ത്യ, റഷ്യ, ചൈന, അമേരിക്ക ഈ വൻശക്തി രാജ്യങ്ങൾക്കോ ഒന്നും വിഷയമല്ല. പക്ഷേ ഈ രാജ്യങ്ങളിലെല്ലാമുള്ള സാധാരണ മനുഷ്യർ, ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് വരുന്ന സാധാരണ മനുഷ്യർ ഫലസ്തീനികൾക്ക് വേണ്ടി തെരുവിലിറങ്ങുന്നുണ്ട്. അത് അമേരിക്കയിൽ പ്രകടനം നടക്കുന്നുണ്ട്, യൂറോപ്പിൽ നടക്കുന്നുണ്ട്, എല്ലാ രാജ്യങ്ങളിലും മനുഷ്യാവകാശ പ്രവർത്തകരും സാധാരണ മനുഷ്യരും യുദ്ധവിരുദ്ധ പോരാളികളും ആഗോളവൽക്കരണ വിരുദ്ധരുമായിട്ടുള്ള പ്രോ സോഷ്യലിസ്റ്റ് നിലപാടെടുക്കുന്നവർ, അങ്ങനെ വലിയ ജനസഞ്ചയം ഈ ഫലസ്തീനിൽ നടക്കുന്ന, നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന നരമേധത്തിനെതിരെ അണിനിരക്കുന്നുണ്ട്. പക്ഷേ ഈ വൻശക്തി രാഷ്ട്രങ്ങളോ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളോ അറബ് രാജ്യങ്ങളോ അല്ലെങ്കിൽ നോൺ അറബ് മുസ്ലിം രാജ്യങ്ങളോ ഒന്നും അവരുടെ രാഷ്ട്ര താല്പര്യത്തിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. നേരത്തെ ഒരുപക്ഷെ ഇടപെട്ടിരുന്നതിൻ്റെ 100% പോലും ഇപ്പോൾ കാണിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ കാണിക്കുന്നില്ല. ഇനി അവരുടെ മുന്നിൽ ഒരു അനുഭവം ഉള്ളതുണ്ട്, അതാണ് ഇറാൻ. അങ്ങനെ ഇടപെട്ട് ഇരുന്ന രാജ്യമാണ് ഇറാൻ. ആ ഇറാൻ ഇപ്പോൾ എന്തായി? പൂർണ്ണമായും മ്യൂട്ട് ചെയ്യപ്പെട്ടു. ഇനി അവർ അതിജീവനത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു വരാൻ എത്രയോ ചിലപ്പം ദശാബ്ദങ്ങൾ എടുത്തേക്കാം. അപ്പോൾ ഇറാൻ്റെ അനുഭവം മുന്നിലുണ്ട്. ഇപ്പം ഈജിപ്തും ഖത്തറുമൊക്കെ ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കുന്നതല്ലാതെ എന്തുകൊണ്ടാണ് ശക്തമായ നിലപാടെടുക്കാത്തത്? അത്തരം നിലപാടെടുത്തു കഴിഞ്ഞാൽ ഇറാൻ്റെ അവസ്ഥ തന്നെ ആ രാജ്യങ്ങൾക്കുണ്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ ഇറാൻ ഒരു പാഠവും കൂടിയാണ്. അപ്പോൾ ഇപ്പം ഈ രാജ്യങ്ങൾ നമ്മൾ പലപ്പോഴും പറയും എന്തുകൊണ്ട് സൗദി അറേബ്യ ഇതിൽ ഇടപെടുന്നില്ല, അല്ല ഈ രാജ്യങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഗ്ലോബൽ ഈ പവർ അതന്നെ, ആ പവർ ഇക്വേഷൻസ് അങ്ങനെയാണ്. അങ്ങനെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിജീവിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ആഭ്യന്തരമായ വിഷയങ്ങളുണ്ട്, അതോടൊപ്പം അന്താരാഷ്ട്ര ബന്ധങ്ങളിലുള്ള വിഷയങ്ങളുമുണ്ട്. ഇതെല്ലാം വളരെ ഇൻ്റഗ്രേറ്റ് ആയിട്ട് നിൽക്കുന്ന ഇക്കണോമിയാണ്. ഈ ഗൾഫ് രാജ്യങ്ങളുടെയും അറബ് രാജ്യങ്ങളുടെയും ഒക്കെ ഇക്കണോമി അത് പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടും അമേരിക്കയുമായിട്ടും ഏറെക്കുറെ പൂർണ്ണമായി ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരായിട്ടൊരു നിലപാട് അവിടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ചീട്ടുകൊട്ടാരം പോലെ തകരും. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു ശക്തമായ നിലപാടൊന്നും സ്വീകരിക്കാൻ ഈ രാജ്യങ്ങൾക്ക് കഴിയില്ല. ഇനി റഷ്യ ആണെങ്കിൽ പോലും അത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. ഇപ്പം ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാനെ സഹായിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുടിൻ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, 20 ലക്ഷം റഷ്യൻ ഭാഷ സംസാരിക്കുന്ന മനുഷ്യരാണ് ഇസ്രായേലിലുള്ളത്. റഷ്യൻ ജ്യൂസ് ഉണ്ട്. അവർ സഹസ്രാബ്ദങ്ങളായിട്ട് റഷ്യയിൽ താമസിച്ചവരാണ്. അവരെല്ലാം എല്ലാ അർത്ഥത്തിലും കൾച്ചറലി റഷ്യക്കാരാണ്. അപ്പം ഈ 20 ലക്ഷം റഷ്യൻ സംസാരിക്കുന്ന ജൂതന്മാരുള്ള ഇസ്രായേലിനെതിരായിട്ട് റഷ്യ ഒരു സൈനിക നീക്കം നടത്തില്ല എന്ന് പുടിൻ ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഘടകങ്ങളെല്ലാം ഉണ്ട്. അവിടെ നമുക്ക് കരുത്ത് നൽകുന്നത് ഈ മനുഷ്യൻ എന്നുള്ള വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജനതയെ കൂട്ടക്കൊല ചെയ്യുന്നതിനെതിരായിട്ടുള്ള അവസാനത്തെ ആത്മബോധവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായ ഒരു പ്രതിരോധം നമ്മുടെ ഓരോ മനുഷ്യരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയിൽ ലോകത്തിലെ ജനത എത്തിപ്പെട്ട് നിൽക്കുകയാണ്. അവസാനമായിട്ടൊരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പോൾ ഗസ സിറ്റി മൊത്തം കൈയടക്കുക എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ തന്ത്രം, അല്ലെങ്കിൽ അയാളുടെ പ്രഖ്യാപനം. അതിനനുസരിച്ച് കാര്യങ്ങൾ പോകുന്നു. വലിയ കെട്ടിടങ്ങളൊക്കെ ഇടിച്ച് നിരത്തിക്കൊണ്ട് അല്ലെങ്കിൽ ബോംബിട്ട് നിരത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ 1 ലക്ഷത്തിനടുത്ത് ആളുകൾ മരിച്ചു. അനൗദ്യോഗികമായിട്ട് 2 ലക്ഷത്തോളം പേര് വലിയ ഗുരുതരമായ പരിക്കേറ്റ് കിടക്കുന്നു. അപ്പോഴും ബാക്കി വരുന്ന 10, 20, 22 ലക്ഷം മനുഷ്യരവിടെയുണ്ട്. ഇവരെ ഒഴിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമായൊരു കാര്യമല്ല. അപ്പോൾ ഇത് നമ്മൾ പ്രത്യക്ഷത്തിൽ പട്ടിണി കൊണ്ട് മരിക്കുന്നു, വെടിയേറ്റ് മരിക്കുന്നു, ബോംബ് കൊണ്ട് മരിക്കുന്നു, ഇങ്ങനെയൊക്കെ മരിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ പോലും ഇതൊരു പക്ഷേ കൂടുതൽ തീവ്രമായ ഒരു വികാരമായി ആ മനുഷ്യരിൽ ശേഷിക്കുകയും അവർ കുറെ കൂടെ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുക എന്നുള്ളതല്ലേ ആത്യന്തികമായി സംഭവിക്കുക. ആത്യന്തികമായിട്ട് അങ്ങനെയല്ല സംഭവിക്കുക. അപ്പം ഈ സഹസ്രാബ്ദങ്ങളോളം യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ ആൻറ്റിസെമിറ്റിസം ഉണ്ടായല്ലോ. ജൂതന്മാർ മുഴുവൻ പീഡിപ്പിക്കപ്പെട്ടല്ലോ. എന്നിട്ട് അവർ നശിച്ചുപോയോ? ഇല്ലല്ലോ. ആ ജൂതന്മാരുടെ ബോണ്ടേജ് കൂടുതൽ ശക്തമാവുകയല്ലേ ചെയ്തത്.
അത് ചരിത്രാനുഭവമാണ്. അതുകൊണ്ട് ഫലസ്തീനിയൻ ജനതയുടെ ഇടയിൽ അവർ കൂടുതൽ ശക്തിപ്പെട്ട് തിന്നാൻ എന്താ പറയുക, ബ്രെഡ് റൊട്ടിയും കുടിക്കാൻ പാലുമില്ലെങ്കിൽ നമ്മൾ സൗഹൃദം പങ്കുവെച്ചും കണ്ണീര് കുടിച്ചുമൊക്കെ അതിജീവിക്കുമെന്നൊക്കെ പറയുന്ന ഒരു ജനതയുണ്ടല്ലോ. അതുകൊണ്ട് അവരുടെ ഇടയിൽ കൂടുതൽ ശക്തമായ ബോണ്ടേജ് ഉണ്ടായി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ ഒരു പോക്ക് നമ്മൾ കാണുമ്പോൾ ഗാസ റീകൺസ്ട്രക്ഷൻ എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കില്ല. ഒരുപക്ഷെ ഒരു വർഷങ്ങളെടുക്കുന്ന ഒരു പ്രക്രിയയായിട്ട് മാറി. മാത്രമല്ല, അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ടിൻ്റെ താല്പര്യത്തിനപ്പുറത്തേക്ക് ഏത് രാജ്യത്തിനാണ് ഈ റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ സാധിക്കുക? പിന്നെ കഴിയുന്ന ഏക രാജ്യം ഇന്ന് ലോകത്തുള്ളത് ചൈനയാണ്. ചൈന ആ വിഷയത്തിൽ ഇടപെടില്ല. ചൈനയ്ക്ക് പറ്റും. ചൈനയ്ക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് ഗാസ റീകൺസ്ട്രക്ഷൻ, യുദ്ധം അവസാനിച്ച് കഴിഞ്ഞാൽ അതിനുള്ള ടെക്നോളജി അവർക്കുണ്ട്, പണവുമുണ്ട്. പണം പ്രശ്നമല്ല. അത് ഒരു പക്ഷേ ഖത്തറോ സൗദി അറേബ്യയോ ഒക്കെ കൊടുത്തേക്കാം റീകൺസ്ട്രക്ഷനിലെ. പക്ഷേ അതിനുള്ള ടെക്നോളജി വേണം, ടെക്നിക്കൽ മെൻ പവർ വേണം. ഇത് ചൈന അവിടെ വന്ന് ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഒന്നും നടത്താൻ സാധ്യത കുറവാണ്. സ്വാഭാവികമായിട്ടും അമേരിക്ക ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു റീകൺസ്ട്രക്ഷൻ പ്ലാൻ തന്നെയായിരിക്കും അവിടെ നടപ്പാക്കുക. അങ്ങനെ നടപ്പാക്കുമ്പോഴും ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ, ജനസംഖ്യയിൽ വലിയൊരു ശതമാനത്തെ അവർ ഒന്നുകിൽ തെക്കൻ മേഖലയിലേക്ക് അതല്ലെങ്കിൽ ജോർദാനിലേക്ക് പുഷ് ബാക്ക് ചെയ്യും. അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. മാത്രവുമല്ല, തന്ത്രപ്രധാനമായ ഗസയുടെ ഭാഗങ്ങൾ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഒരു പുനർനിർമ്മാണവും ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഘടകങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട്, പക്ഷേ പണ്ടാര പറഞ്ഞതുപോലെ ഇതൊക്കെ നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇങ്ങനെയൊക്കെ ആവാം എന്ന് പറയാം. രാഷ്ട്രീയമാണ്, എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാം. 2023 ഹമാസിന് ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ സാധിക്കുമെന്ന് ലോകത്തിൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അത് സംഭവിച്ചല്ലോ. 2001 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം ഉണ്ടാകുന്നത്. ലോകത്തിൽ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? അത് ഈ 1941 അമേരിക്കയിൽ പേൾ ഹാർബർ ആക്രമിക്കുന്നത് ജപ്പാൻ. അതിനുശേഷം അമേരിക്കൻ മണ്ണിൽ യുദ്ധമെത്തിയത് 2001 അമേരിക്ക അറ്റാക്ട്. അപ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല. പെൻറ്റഗൺ ആക്രമിക്കപ്പെട്ടു. അപ്പം അതുകൊണ്ട് ഒന്നും അസംഭാവ്യമല്ല. ഇന്നത്തെ നിലയ്ക്ക് നമുക്ക് അവിടെ നടക്കുന്ന ഈ ശിശുരോധനങ്ങൾ ആണ് അസഹനീയം. ആർക്കും, സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇങ്ങനെ ഈയാൻ പാറ്റകളെ പോലെ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യം എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ ജിങ്കോയിസമോ അല്ലെങ്കിൽ തീവ്ര ദേശീയതയോ തീവ്ര മതബോധമോ ഇതൊന്നും പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. അതൊക്കെ നമുക്ക് ആവേശം കൊള്ളാൻ ഉപകരിക്കുമെന്നല്ലാതെ യാഥാർത്ഥ്യത്തിന് പകരം ആവില്ല, വിശപ്പിന് പകരമാവില്ല, മുറിവിന് പകരമാവില്ല. മരണത്തോട് മല്ലടിക്കുന്നവരോട് നമ്മൾ വേറെന്ത് ചെയ്യാനാണ്? അപ്പോൾ അതുകൊണ്ട് പരമാവധി നേരത്തെ വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് എന്ന് തന്നെ പറയണം, യുദ്ധം വെടിനിർത്തൽ അവസാനിപ്പിച്ചേ മതിയാവുള്ളൂ. അതുപോലെ അവിടെ പൂർണ്ണമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 81%, ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ കണക്ക് വന്നു 2024 കണക്കാണ്, 81% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. അവിടുത്തെ മൊത്തം പോപ്പുലേഷന് 64% അവർ ഫുഡ് ഇൻസെക്യൂറാണ്. എന്ന് വെച്ചാൽ അവരെ ആശ്രയിക്കുന്നത് ഈ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഒക്കെ കൊടുക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ച് ജീവിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ സഹായം വന്നില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ജനതയെ ലോകത്തിൻ്റെ കൺമുമ്പിൽ അവരിങ്ങനെ മരിക്കാൻ വിടാൻ സാധിക്കുമോ? മാത്രമല്ല, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും അവിടെ രക്ഷയില്ല. 217 ജേർണലിസ്റ്റുകളാണ് കൊലയപ്പെട്ടു. 224 പേര് ഈ സഹായ പ്രവർത്തനങ്ങൾ നടത്തുന്ന അതിൽ റെഡ് ക്രസൻറ്റിൻ്റെ ആളുകളുണ്ട്, യൂറോപ്പിൽ നിന്ന് പോയ റെഡ് ക്രോസിൻ്റെ പ്രവർത്തകരുണ്ട്, പിന്നെ ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ പ്രവർത്തകരുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് നൽകുന്ന ഏജൻസികളുടെ പ്രവർത്തകരായി സ്വന്തം നിലയ്ക്ക് അവിടെ പോയി ഈ മനുഷ്യരെ സഹായിക്കാൻ എത്തിയിട്ടുള്ള ഫിലാന്ത്രോപ്പിസ്റ്റുകളായിട്ടുള്ള മനുഷ്യരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഈ മരിച്ചു വീഴുന്നത്. അപ്പോൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തി പോലും ഈ പട്ടിണിക്കാരെ സഹായിക്കാൻ അവിടെ എത്തിപ്പെടുന്ന മനുഷ്യരുണ്ട്. അവരുടെ ജീവന് ഒരു സുരക്ഷിതത്വമില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു എന്താ പറയുക, ഒരു നരകമായി
അത് മാറിയിരിക്കുകയാണ്. അപ്പോൾ പുതിയ സംഭവവികാസങ്ങൾ ഈ ഗസ സിറ്റി ആണ് യഥാർത്ഥത്തിൽ ക്യാപിറ്റൽ. അതെ, ഗസ സിറ്റിയാണ് ക്യാപിറ്റൽ. ഗസ സിറ്റിയാണ് ക്യാപിറ്റൽ. അപ്പോൾ അത് പൂർണ്ണമായി ഒക്കുപ്പൈ ചെയ്യുക, അതോടുകൂടി ഗസയെ പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കുക എന്നുള്ളതാണ് തന്ത്രം. പക്ഷേ എവിടെയും ഒരു റെസിസ്റ്റൻസ് കാണുന്നില്ല. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയാൻ ഇപ്പോൾ ആരുമില്ല. അമേരിക്കയും പറയുന്നില്ല, ലോകരാജ്യങ്ങളൊന്നും പറയുന്നില്ല. ഇസ്രായേലിൻ്റെ ആഭ്യന്തര രംഗത്ത് അടിയന്തരമായി യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള സമരമൊക്കെ ശക്തിപ്പെട്ടിരുന്നു. പക്ഷേ ആ സമരമൊന്നും ഇപ്പോൾ എവിടെയും കാണുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ 29 ആളുകളാണ് IDFൻ്റെ കണക്ക് പ്രകാരം അവരുടെ കയ്യിലുള്ളത്, ബന്ദികളായിട്ടുള്ളത്. അതിൽ 22 പേര് മരണപ്പെട്ടു, അവരുടെ ഡെഡ് ബോഡി അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ 51 ആണ് ബന്ദികളായിട്ട് ഈ ഹമാസിൻ്റെ നിയന്ത്രണത്തിലുള്ളത് IDFൻ്റെ കണക്ക് പ്രകാരം. അതിൽ 29 പേര് ജീവനോടെ ഉണ്ട്. ബാക്കി മരിച്ച ആളുകളുടെ 22 പേരുടെ ശവശരീരമാണ്. അപ്പോൾ ഇത്രയും ആളുകൾ ഇത് പൂർണ്ണമായിട്ട് അടിയന്തരമായി കൈമാറണം. അതാണ് ട്രംപിൻ്റെ ഡിമാൻഡ്. അതാണ്. അപ്പം അവിടെയാണ് ഇപ്പോൾ ചർച്ചകൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ജീവനോടെയുള്ള 29 മനുഷ്യരുടെ ബന്ധുക്കളൊക്കെയാണ് അവിടെ വലിയ രൂപത്തിൽ സമരം ചെയ്യുകയും അവരെ ജീവനോടെ രക്ഷപ്പെടുത്തണം എന്നുള്ള നിലയ്ക്കൊക്കെ വരുന്നത്. അപ്പോൾ അതിന് സമാന്തരമായി മറ്റ് ചില മൂവ്മെൻ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. കൊല ചെയ്യപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ യുദ്ധം കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള വാദമായി വരുന്നുണ്ട്. പിന്നെ സ്മാർട്ട് റിച്ചിനെ പോലെയുള്ള അവിടുത്തെ ഫൈനാൻസ് മിനിസ്റ്ററാണ്. പിന്നെ യോവ് ഗലന്റ് ആണ് പ്രതിരോധ മന്ത്രി. ഇവരൊക്കെ തീവ്ര സയനിസ്റ്റ് നിലപാടെടുക്കുന്ന ആളാണ്. പിന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭരണകൂടത്തിന് തൽക്കാലത്തേക്കുള്ള ഭീഷണി ഒഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്തരം ഘടകങ്ങൾ എടുക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ആഭ്യന്തര രംഗത്തു നിന്നുണ്ടായ സമ്മർദ്ദത്തിൻ്റെ തോത് അല്പം കുറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. എന്തായാലും സയണിസം ഗസയെ ചുട്ടുപൊടിക്കുന്ന കാഴ്ച നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 2 വർഷമാകാൻ പോകുന്നു. ദുരിതത്തിൻ്റെ ചിത്രങ്ങളാണ് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത് മുഴുവൻ. ലോകത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ, മനുഷ്യർക്ക് മുഴുവൻ അതിൽ വേദന തോന്നുന്നുണ്ട്. പക്ഷേ ലോകശക്തികൾക്ക് അതിൽ വേദന തോന്നുന്നില്ല, അല്ലെങ്കിൽ ലോകശക്തികളെ നയിക്കുന്ന ആളുകൾക്ക് അതിൽ വേദന തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ വംശഹത്യാശ്രമം ഇപ്പോഴും യാതൊരു തടസ്സവുമില്ലാതെ തുടരുന്നത്. ഗസയിൽ സമാധാനം പുലരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവിടുത്തെ മനുഷ്യർക്ക് കുറെ കൂടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നൊരു ദിവസം വരും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻസൈഡിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.